അടൂർ സാറുമായി ഏറ്റവും അധികം വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ അടുത്ത അതിഥി ശ്രീ കൃഷ്ണപിള്ള. 40-ലേറെ വർഷമായി സാറുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ചിത്രലേഖ എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതലേ സാറുമായി വളരെ അടുപ്പമുള്ള ആ ബന്ധങ്ങളെ പറ്റിയെല്ലാം അടൂർ സാർ തന്നെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളോട് പറയും. ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ശ്രീ കൃഷ്ണപിള്ള. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കൃഷ്ണപിള്ള സാറിനെ പറ്റി സാറ് തന്നെ നേരിട്ട് പറയും. 1965 ചിത്രലേഖ എന്ന് പറയുന്ന ഫിലിം സൊസൈറ്റിയും ഫിലിം കോഓപ്പറേറ്റീവും ഒക്കെ ആരംഭിക്കുമ്പോൾ ഞങ്ങളൊരു ഓഫീസ് തുടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ മെമ്പറായെന്ന് മാത്രമല്ല, ആ ഓഫീസിലെ ആദ്യത്തെ ഫർണിച്ചർ, അതായത് ആദ്യത്തെ കസേര, ഒരാൾക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള ആദ്യത്തെ കസേര ഇദ്ദേഹം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്തതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല മോമെൻ്റ് എന്ന് പറഞ്ഞാൽ 1972 കേന്ദ്ര ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വെളുപ്പിന് 3:30 മണിക്ക് കേരളകൗമുദിയിലെ ലാസ്റ്റ് സിറ്റി എഡിഷൻ അതിലേ വരുള്ളൂ. അന്ന് ഇതുപോലത്തെ സംവിധാനങ്ങളൊന്നുമില്ല. അതിൽ സ്വയംവരത്തിന് 4 ദേശീയ പുരസ്കാരങ്ങൾ, ഏറ്റവും നല്ല ഡയറക്ടർ, ഏറ്റവും നല്ല പടം, മ്യൂസിക്, ഏറ്റവും നല്ല നടി, ഏറ്റവും ഫോട്ടോഗ്രാഫി, 4 അവാർഡ് ആദ്യമായിട്ട് മലയാളം. അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കി. പക്ഷേ ആ പടത്തെ പറ്റി എനിക്ക് ഏറ്റവും വളരെ സുന്ദരമായിട്ടുള്ളൊരു ഓർമ്മയുള്ളത്, വലിയൊരു പ്രിവ്യൂ നടത്തി. വലിയ പ്രിവ്യൂ വെച്ചാൽ വേറെ ഒന്നുമില്ല, കാണിക്കാത്തുള്ളത്. അന്നത്തെ ആ ചേംബറിൻ്റെ പ്രിവ്യൂ തിയേറ്ററിൽ നിറച്ച ആൾ വന്നിരുന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം ഇറങ്ങി വന്നത് പി. ഭാസ്കരൻ മാഷ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഐ വിഷ് ദിസ് ഫിലിം ഗോട്ട് ദി പ്രസിഡൻസ് ഗോൾഡ് മെഡൽ. അങ്ങനെ ആൾ പറഞ്ഞത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുപോലെ സംഭവിക്കുകയും ചെയ്യുക. ബാലു മഹേന്ദ്ര വന്നിട്ട് എന്നെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട്, ഇയാളുടെ മുഖത്ത് ഈ രോമമൊക്കെ 3-4 ദിവസം മുഖം പഠിക്കാത്തതിൻ്റെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ ദേഹത്തെ പയ്യനല്ലേ അപ്പോഴും ഇങ്ങോട്ട് പിടിച്ചിട്ട് എൻ്റെ മുഖത്തൊരു അമർത്തിയ രോമം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ രോമം എൻ്റെ ചെള്ളയ്ക്ക് കൊണ്ട് കയറി. യു സേവ്ഡ് അവർ ഓണർ എന്നാ പറയുന്നത്. ഗോപാലകൃഷ്ണൻ്റെ വർക്ക് വളരെ സീരിയസ് വർക്കാണ്, ഇത്രയും ആത്മാർത്ഥമായിട്ട്. ഇപ്പം ഞാനൊരു സയൻറ്റിസ്റ്റാണ്, ഞാനൊരു രസതന്ത്രജ്ഞനാണ്, കുറ്റാന്വേഷണ ശാസ്ത്രജ്ഞനാണ്. എന്തുകൊണ്ട് ഞാൻ ഗോപാലകൃഷ്ണനായിട്ടുള്ള വേവ് ലെങ്ത് സെയിം ആയത്? ഏത് കാര്യവും 100% ഡെഡിക്കേഷനാണ്. പിന്നെ ഈസ് എ ബോൺ ജീനിയസ്, സർഗപ്രതിഭ എന്ന് പറയാം, ബോൺ ജീനിയസാണ്.